എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, കണ്ണപ്പ, സർക്കിട്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 30-നാണ് മനോരമ മാക്സിൽ വ്യസനസമേതം ബന്ധുമിത്രാദികളുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. തമനയും ദിലീപും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ കാണാനാണ് ആരാധകർ നോക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിസംബറിൽ കമിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ബാന്ദ്ര സിനിമ ഈ മാസം OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് ബാന്ദ്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, നമിത പ്രമോദാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം ഒരുപാട് സിനിമകൾ ഇനി അവർക്ക് ഇറക്കാനുണ്ട്. അതുകൊണ്ട് ജൂലൈ മാസം 28-നായിരിക്കും കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഒരുപാട് വിവാദം സിനിമയുടെ പോസ്റ്റർ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഫൂട്ടേജ് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് ഫൂട്ടേജിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സംശയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ടാണ് സംശയം എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സംശയം സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ മനോരമ മാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. കമിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഈ വീക്കിലാണ് സംശയത്തിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ സിനിമയിലെ ഒരുവിധം എല്ലാ താരങ്ങളും കണ്ണപ്പ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും കണ്ണപ്പ 8 നിലയിൽ പരാജയപ്പെട്ടു. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിലുണ്ടായിരുന്നു. ഇപ്പോഴിതാ കണ്ണപ്പ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് കണ്ണപ്പയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും കണ്ണപ്പയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ നേടിയെടുത്തത്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജൻ ഇവരാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുണ്യാളൻ്റെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് എന്ന് സ്വന്തം പുണ്യാളൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTT കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡൊമിനിക് റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ലാഗാക്കിയിരിക്കുകയാണ്. മനോരമ മാക്സ് 2 മാസം മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ സിനിമ OTTയിൽ വരുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖിലമലും കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സിൽ വരാൻ പോവുകയാണ്. ഈ വീക്ക് തന്നെ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക നായകനായ സിനിമയാണ് വേല. അതുപോലെ സണ്ണിവേനുമുണ്ട്. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. 2023-ലായിരുന്നു വേല സിനിമ ഇറങ്ങിയത്. 2 വർഷത്തിന് ശേഷമാണ് വേല സിനിമയുടെ OTT വരാൻ പോകുന്നത്. ആമസോൺ പ്രൈമാണ് വേല വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 28-ന് മുന്നേ വേല സിനിമ OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. ബസൂക്ക സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു ചിത്രം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബസൂക്ക കാണാൻ ആരാധകർ OTTയിൽ കാത്തിരിക്കുകയാണ്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. ഇപ്പോഴിതാ C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ബസൂക്ക സിനിമ ഈ ആഴ്ച തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്.
സർപ്രൈസ് ആയിട്ടായിരിക്കും ബസൂക്ക സിനിമ C5-ൽ റിലീസാവുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.